ഹേ ഗായ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ വീണ്ടും നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും റിയും കൂടിയിട്ട് ഒന്ന് മട്ടന്നൂർ പോകാനുണ്ട്, കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് നടന്നിട്ട് പോകുന്നതാണ്. എപ്പോഴും വണ്ടിയിലല്ലേ പോക്ക്, അപ്പോൾ ഇന്നൊന്ന് കുറച്ച് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ബസ്സിലാണ് പോകുന്നത്. ഇങ്ങനെ നടന്ന് നമ്മൾ പോകുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നതാണ്. രണ്ടാളെയും സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് മോനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവനെ വീട്ടിലാക്കാമെന്ന് വിചാരിച്ചാൽ ഓന് നിൽക്കില്ല, ഒരേ കരച്ചിലായിരിക്കും. പിന്നെ കൂട്ടാണ്ട് പോയാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ മോനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്താനായിട്ടുണ്ട്. റിയാസ്ക്ക് നാട്ടിൽ വന്നാൽ ബസ്സിൽ കയറലെല്ലാം കുറവാണ്. എപ്പോഴെങ്കിലെല്ലാം എന്തെങ്കിലും സാഹചര്യം വന്നാൽ മാത്രമേ ഇങ്ങനെ കയറലുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടാൾക്കും കൂടി ബസ്സിന് പോകാം. റിയാസ്ഖാൻ്റെ വണ്ടി അങ്ങ് റിയാസ്ഖാൻ്റെ വീട്ടിലേനും ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടുന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മട്ടന്നൂരെത്തി. പിന്നെ വൈഡും മോന് അവിടുന്ന് ചായയെല്ലാം മേടിച്ചു കൊടുത്ത് അങ്ങനെ ഓനെ ചായയെല്ലാം കുടിപ്പിച്ച് പിന്നെ ഓനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി ഓനെ കാണിച്ച് കഴിഞ്ഞ് ഇവിടെ എത്തി നോക്കുമ്പോൾ ആൾ ഭയങ്കര കളി, ഒളിച്ചു കളിക്കെല്ലാം ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്ന ആ ഒരു ടൈം വരെ ഭയങ്കര സാഡായിരിക്കും. ഹോസ്പിറ്റലിൽ എത്തിയാൽ എന്തോ ഒരു എനർജി ഉണ്ടാവും. അടുത്ത് ഭയങ്കര കളിയിലേക്ക് ഉണ്ടാകുക. അന്നേരം വിചാരിക്കും ഇതിന് ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷേ എന്താണെന്നറിയില്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാവല്. എന്നാൽ 3 മക്കൾക്കും അങ്ങനെയാണ്. ഹോസ്പിറ്റലിൽ പോകുന്ന വരെ ഭയങ്കര ക്ഷീണമല്ലേക്കും. ഹോസ്പിറ്റലിൽ കണ്ടാൽ പിന്നെ ഭയങ്കര എനർജി എല്ലാം കൊണ്ട് ഭയങ്കര കളിയായിരിക്കും. അങ്ങനെ അവരെ കാണിച്ച് കഴിഞ്ഞ് മോനെ കാണിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ച സമയമായിന്. അപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹോട്ടലിൽ കയറി നല്ല ചിക്കൻ ബിരിയാണിയെല്ലാം കഴിച്ച്. ഈ ഒരു ദിവസം ഭയങ്കര തിരക്കുള്ള ദിവസേനും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടേനും. പിന്നെ അന്നത്തെ ദിവസം നല്ല മഴയായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഇതിപ്പോൾ രാവിലെ തന്നെ ഞാൻ റിയാസ്ഖാൻ ചായ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. രാവിലെ ഇപ്പോൾ ഒരു 6 മണിയെല്ലാം ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നല്ല കായ് വാട്ടിയതും നമ്മളെപ്പം കൊടുക്കുന്ന പോലെ തന്നെ കായ് വാട്ടിയതും അതുപോലെ മുട്ട പൊങ്ങിയതും പിന്നെ നമ്മളെ മദാമ പോളിയില്ലേ അതും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയെല്ലാം കൊടുത്തിട്ട് വേഗം തന്നെ ഇന്നത്തെ പ്രഭാതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള ഒരു ദിവസമാണ്. വേറെ ഒന്നുമല്ല, റിയാസ്ക്ക് തിരിച്ച് ഖത്തറിലേക്ക് പോകുന്നതാണ്. ലീവെല്ലാം കഴിഞ്ഞ് ആൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഈ പോകുന്നതിന് 2 ദിവസം നല്ല തിരക്കേനു. കുറേ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് റിയാസ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന അന്നത്തെ ദിവസമാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്കെല്ലാം ഞാൻ ആക്കുന്നുണ്ടേനു. അത് രാവിലെ തന്നെയാണ് കേട്ടോ ആക്കുന്നത്. കാരണം ഫ്ലൈറ്റ് വൈകുന്നേരം ഈവനിങ് ആണ്, 7:30 ആ ഒരു ടൈമിലാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് സ്നാക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. കോഴിയട, പിന്നെ അതുപോലെ കേക്ക്, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസുകളാക്കിയിട്ടുണ്ടേനു. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കുന്ന തിരക്കും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പക്ഷേ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടേനും. പിന്നെ നല്ല ടെൻഷനും സങ്കടവും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെ എടുക്കണമെന്നുള്ളൊരു ഇതൊന്നും ഇല്ലേനും. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങ് എടുത്ത്. അപ്പോൾ ഞാനിങ്ങനെ ഇത് കോഴിയടക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പരത്തുന്നതാണ്. ഞാൻ ഈ കോഴിയട ആദ്യമായിട്ട് ആക്കുന്നതാണ് കേട്ടോ. നമ്മളങ്ങനെ പെരക്കങ്ങനെ ആക്കി ഇങ്ങനെ കോഴിയടയൊന്നും ആക്കിയില്ല. ബാക്കി എല്ലാ കടികളും ആക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ കോഴിയട അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ആക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാവ് എന്താ പറയുക, നല്ല ടൈറ്റിലാണ് വേണ്ടത്. പക്ഷേ ഞാൻ പരത്തിയ സമയത്ത് കുറച്ച് ലൂസായിപ്പോയി. പക്ഷേ അത് നമുക്ക് കുറേ കഴിഞ്ഞാൽ മനസ്സിലായി ഇത് ലൂസായതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പരത്തി എടുക്കാൻ പരത്തിയിട്ട് കിട്ടാൻ. പക്ഷേ പരത്തുന്ന സമയത്ത് കുറച്ച് ലൂസായതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇങ്ങനെ
നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെയാണ് കേട്ടോ അത് മനസ്സിലായത് ലൂസായതുകൊണ്ടാണെന്ന്. അങ്ങനെതാ ഞാൻ ഇതുപോലെ എന്താ പറയുക ഇങ്ങനെ കോഴിയുടെ തന്നെ സൈഡിലെല്ലാം ഉണ്ടാവില്ലേ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് അങ്ങനെയെല്ലാം ആക്കി വെക്കുന്നുണ്ട്. ഞാനിത് ആദ്യമായിട്ട് ആക്കുന്നത് കൊണ്ട് തന്നെ അറിയില്ല എന്തായി കിട്ടുമെന്ന് അറിയില്ലേനു. പക്ഷേ കുഴപ്പമില്ലേനു, കഴിക്കാൻ ടേസ്റ്റെല്ലാം ഉണ്ടേനു. അങ്ങനെതാ ഞാൻ കുറച്ചധികം തന്നെ, അധികമെന്ന് വെച്ചാൽ അങ്ങനെ കൂടുതലൊന്നും കുറേയൊന്നും കൊടുത്തിട്ടില്ല, ആൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് കൊടുത്തു വിട്ടണേ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ കുറേയൊന്നും കൊടുത്തു വിടരുത്, കാരണം കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഇതുപോലെ കുറേ കൊടുത്തു വിട്ടിട്ട് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ലഗേജ് അധികമായിട്ട് ഇങ്ങനെ എക്സ്ട്രാ പൈസയെല്ലാം കൊടുത്തിട്ടാണ് കൊണ്ടുപോയിന്. അപ്പോൾ എന്നോട് പറഞ്ഞിന് നീ അധികം ഒന്നും ആക്കണ്ട, കുറച്ച് മാത്രം ആക്കിയാൽ മതി എന്നെല്ലാം പറഞ്ഞിന്. ഉമ്മ ഒരു ഭാഗത്ത് കത്തലാക്കുന്നുണ്ട്, ഞാനാണ് ഈ സ്നാക്കെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ പറയുക കുറച്ച് ടൈമെല്ലാം എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം പരത്തി പിന്നെ കുറച്ച് പരത്ത് വന്നിട്ട് പൊരിച്ചെടുക്കും, എന്നിട്ട് പിന്നെയും ഞാൻ പരത്തും, അങ്ങനെയല്ലാന്ന് ഉണ്ടാക്കിയത്. അങ്ങനെ ഫസ്റ്റ് ഒരു 10-20 എണ്ണം പരത്തി വെച്ച് എന്നിട്ടത് ഫ്രൈ ചെയ്തെടുത്ത്, പിന്നെ അങ്ങനെയെല്ലാം എന്താ പറയുക ഫ്രൈ ചെയ്തെടുത്ത്. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ആക്കിയ സാധനമാണ് കേട്ടോ. അങ്ങനെ ആൾക്കൊരു സ്പെഷ്യലായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമിലാക്കി നോക്കിയൊരു ഐറ്റമാണ്. അങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ കേക്കും ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല വിശപ്പുള്ളതുകൊണ്ടുതന്നെ ഞാൻ തലേ ദിവസം മജ്ബൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന്, ആ സംഭവമാണ് കേട്ടത്. ആ ഒരു സാധനം ഫോയിൽ പേപ്പറിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ മിഠായി പാക്കറ്റ് പോലെ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അത് ഞാൻ എന്താ പറയുക കവറിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ തരിയുണ്ട ഉണ്ടേനു, പിന്നെ തരിയുണ്ട ആക്കിനി, അതുപോലെ വേറെ എന്തേനും കേക്ക്, പിന്നെ എൻ്റെ സ്പെഷ്യൽ പിന്നെ കോഴിയട, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആക്കിയിട്ടുണ്ടേനു. അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നോട് ആദ്യമേ പറഞ്ഞിന് നീ കുറേ ഒന്നും ആക്കരുത്, കുറച്ചേ ആക്കാവൂ എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഇത്രയും 3-4 ഐറ്റംസ് മാത്രമേ ആക്കിയിട്ടുള്ളൂ. റിയാസ്ക്ക് മീനട ആക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ രാവിലെ നാസ്തയ്ക്ക് മീനടയും ആക്കി കൊടുത്തിന്. അപ്പോൾ അത് കഴിക്കുന്നത് തന്നെ പോകുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നെയാണ് കഴിച്ചത്, അതുവരെ പുറത്ത് തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. ഇത് അനിയത്തിൻ്റെ മാപ്പിളയാണ്, അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഇറങ്ങി. ഈ ഒരു ടൈം എന്നെല്ലാം വെച്ചാൽ ഭയങ്കര ഒരു എന്തോ ഒരു പോലെ ഒരു മൗനം പോലെ ആയിരിക്കും ഉണ്ടാവുക, ഒന്നും സംസാരിക്കാനൊന്നും തോന്നില്ല. കാരണം നമ്മൾ എന്താ പറയുക അത്രയും ദിവസം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഒന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കൂലേ. അങ്ങനെ പോവാൻ വേണ്ടിയിട്ട് റിയാസ്ക്ക് റെഡിയായി. അങ്ങനെ റിയാസ്ക്ക് ഡ്രസ്സെല്ലാം ഇട്ട് പുറക്കുന്ന എല്ലാവരോടും യാത്രയെല്ലാം ചോദിച്ച്. പിന്നെ റിയാസ്ഖാൻ്റെ വീട്ടിലെത്തിയിട്ട് ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് എടുക്കണ മൂടുമില്ല. പിന്നെ അങ്ങ് പോയാൽ നമ്മൾ എടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പുറക്കുന്ന നമ്മളൊരു 1 മണിയാകുമ്പോൾ പോയിട്ട് വേഗം എത്തിയിട്ട് പിന്നെ അവിടുന്ന് ചോറെല്ലാം പുറക്കുന്ന തന്നെയാണ് കേട്ടോ കഴിച്ചതിന്. ഉമ്മ നല്ല ബിരിയാണിയെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയെല്ലാം കഴിച്ച് പിന്നെ ചായയെല്ലാം കുടിച്ച് മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് റിയാസ്ക്ക് ഇറങ്ങിന്. ഒരു 8 മണിയാകുമ്പോൾ ഇറങ്ങിന്. പിന്നെ നാട്ടിലേക്ക് വരുമ്പോൾ വലിയ പെട്ടി ഉണ്ടാവും, പോകുമ്പം ചെറിയൊരു പെട്ടിയിലെ സാധനം ഉണ്ടാവും. പിന്നെ റിയാസ്ക്ക് പോകുമ്പോൾ എന്നെക്കാളും സങ്കടം എൻ്റെ മൂക്കേനും കേട്ടോ, കാരണം എൻ്റെ മൂത്ത മൂക്ക് ഭയങ്കര വിഷമേനും, ഓൾ ഒരേ കരച്ചിലേനും. ബാപ്പ പോയിട്ട് 2 ദിവസമൊക്കെ ആ സങ്കടം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനും എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഞാനും മക്കളും പിന്നെ അനിയനുമാണ് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കൊണ്ടാക്കി വന്ന് വീട്ടിലെത്തി. പിന്നെ ഓൾ ഒരേ കരച്ചിലായതുകൊണ്ട് പിന്നെ ആ ഒരു ഇതിൻ്റെതായിപ്പോയി. അങ്ങനെ മക്കൾക്ക് ഉമ്മ ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ബിരിയാണിയെല്ലാം കൊടുത്ത് അവരെ അങ്ങനെ ഉറക്കി. പിന്നെ പുറക്ക് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, പെങ്ങന്മാരെല്ലാവരും വന്നിന്. എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ റിയാസ്ക്ക് പോകുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല.
ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.